ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. വനിതകളുടെയും പെൺകുട്ടികളുടെയും അവകാശവും നീതിയും ഉറപ്പാക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. 52,000-ലധികം ഇന്ത്യക്കാർ സുരക്ഷിതമായി തിരികെ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി കൈറ്റ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, നീതി, പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനായി പ്രവർത്തിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ 1977 വനിതാ ദിനാചരണം ആരംഭിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് വനിതാ ദിന ആശംസകൾ അറിയിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ മനീക്ഷ സെന്ററിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശക്തി വാക്ക് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഡൽഹി മെട്രോയുടെ ഇടനാഴികളും 18,300 കോടി രൂപയോളം വരുന്ന ഡൽഹി മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. തുടർച്ചയായ രണ്ടാം T20 ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ടൂർണമെന്റിൽ പൊതുവെ മികച്ച ഫോമിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നേറ്റ ഒരു തോൽവി ഒഴിച്ചു നിർത്തിയാൽ തകർപ്പൻ പ്രകടനമാണ് സൂര്യകുമാർ യാദവും സംഘവും തുടരുന്നത്. സൂപ്പർ 8 അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യൻ നിരയിൽ തലയുയർത്തി നിൽക്കുന്നത്. ബൂമറയുടെ ഫോമിലേക്ക് മറ്റു ബോളർമാർ ഉയർന്നാൽ കപ്പ് ഒരിക്കൽ കൂടി ആതിഥേയർക്ക് സ്വന്തമാകും. പക്ഷേ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ 9 വിക്കറ്റിന് വീഴ്ത്തി കലാശപ്പോരിനെത്തിയ ന്യൂസിലാൻഡ് നിസ്സാരക്കാരല്ല. ഇന്ത്യക്കെതിരെ ICC ടൂർണമെന്റുകളിലെ നോക്കൌട്ടുകളിൽ കിവീസിന് ഉണ്ടെന്നതും അവരുടെ പ്ലസ് പോയിന്റാണ്. കാത്തിരിക്കാം 2020 ക്രിക്കറ്റിന്റെ പുതിയ കിരീടാവകാശിക്കായി. പശ്ചിമേഷ്യയിൽ സംഘർഷം ശമനമില്ലാതെ തുടരുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇറാനെതിരെ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനുമായുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്നും നിരുപാധികം കീഴടങ്ങണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ നിരുപാധികമായ കീഴടങ്ങലിനുള്ള അമേരിക്കയുടെ ആവശ്യം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തള്ളി. അതേസമയം മേഖലയിൽ വ്യോമാതിർത്തി ഭാഗികമായി തുറന്നതിനെ തുടർന്ന് ഈ മാസം 1 മുതൽ ഇന്നലെ വരെ 52,000-ലധികം ഇന്ത്യക്കാർ സുരക്ഷിതമായി രാജ്യത്ത് തിരികെ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളിൽ ആശങ്കപ്പെടേണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ധന വിതരണ ശൃംഖല സുഗമമായി തുടരുകയാണെന്നും രാജ്യത്ത് ആവശ്യത്തിന് എണ്ണശേഖരം ഉണ്ടെന്നും വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. നേപ്പാളിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 135 മണ്ഡലങ്ങളിലെ ഫലം വന്നപ്പോൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി 106 സീറ്റുകളിൽ ജയിച്ചു. 18 മണ്ഡലങ്ങളിൽ RSP മുന്നിട്ട് നിൽക്കുകയാണ്. 28 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയകരമായും സമാധാനപരമായും നടത്തിയ നേപ്പാളിലെ സർക്കാരിനെയും ജനങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെല്ലാനം ടെട്രാപോഡ് തീരസംരക്ഷണ പദ്ധതിയുടെ 1ാം ഘട്ടത്തിന് പൂർത്തീകരണ പ്രഖ്യാപനവും 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AI കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ കുട്ടികൾക്കായി സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി കൈറ്റ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനാന്തരീക്ഷവും സൈബർ സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ സ്വകാര്യ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാതിരിക്കുക, ഓൺലൈൻ ഗെയിമുകളിൽ ക്യാമറ പെർമിഷൻ അല്ലെങ്കിൽ ലൈവ് ചാറ്റ് ഒഴിവാക്കുക തുടങ്ങി 25 നിർദ്ദേശങ്ങളാണ് കുട്ടികൾക്കായുള്ളത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംശുദ്ധമായ വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ്യതയുള്ള ഒരു വോട്ടർ പോലും പട്ടികയ്ക്ക് പുറത്താകില്ലെന്ന് ഉറപ്പാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പുരുഷന്മാർക്ക് മേൽക്കോയ്മയുണ്ടായിരുന്ന ഗോത്ര നൃത്തവേദികളിൽ ചുവടുറപ്പിച്ച് ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ തടിയനാൽ ആദിവാസി ഉന്നതിയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഊരാളി സമുദായത്തിന്റെ പാരമ്പര്യ കലയായ കമ്പുകളിയും ചവിട്ടുകളിയും അഭ്യസിച്ച് പുരുഷന്മാർക്കൊപ്പം ദീർഘനേരം വിശ്രമമില്ലാതെ നൃത്തം ചെയ്യാൻ പ്രാപ്തരാക്കിയത് നിരന്തരമായ പരിശീലനമാണെന്ന് ഈ ഗോത്ര വനിതകൾ അഭിമാനത്തോടെ പറയുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കത്തുന്ന ആഴിക്ക് ചുറ്റും ഉയരുന്ന സ്തുതിഗീതങ്ങൾ താളം മുറുകുമ്പോൾ ഇടുക്കിയിലെ തടിയനാലൂരിലെ സ്ത്രീകൾ ചുവടുവെക്കുന്നത് ചരിത്രത്തിലേക്ക് കൂടിയാണ്. പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന കമ്പുകളിയും ചവിട്ടുകളിയും ഇന്ന് ഈ സ്ത്രീകൾക്ക് ഹൃദ്യസ്ഥം. പയറ്റിത്തെളിഞ്ഞ പുരുഷന്മാർക്കൊപ്പം ഒരേ വേഗത്തിലും ആവേശത്തിലും ഇവർ നൃത്തം ചെയ്യുന്നു. മുൻ തലമുറയിലെ ആശാന്മാരിൽ നിന്ന് നേരിട്ടാണ് ഇവർ ഈ വിദ്യകൾ അഭ്യസിച്ചത്. വായ്മൊഴിയായും കുറിപ്പുകളായും പകർന്നു കിട്ടിയ ഈ ഗോത്രകല അന്യം നിന്ന് പോകാതിരിക്കാൻ പ്രായഭേദമന്യേ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നത് പുതുതലമുറയ്ക്കും വലിയ പ്രചോദനം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മൈ ഭാരത്, ഫിറ്റ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിൽ സൺഡേസ് ഓൺ സൈക്കിൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഗവർണറുടെ പത്നി അനഘ ആർലേക്കർ മുഖ്യ അതിഥിയായിരുന്നു. രാജ്യത്തിനായി വിവിധ കായിക മത്സരങ്ങളിൽ വിജയികളായ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ നിർഭയ നിശ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഇന്ന് രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ DGP റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്ങാട് വാർഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് വനിതാ ദിന സന്ദേശം നൽകി. രാമായണത്തിന്റെ വ്യത്യസ്ത ആഖ്യാനവുമായി സീതായനം ആട്ടക്കഥ വനിതാ ദിനത്തിൽ അരങ്ങിലെത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവതരണം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ശ്രീരാമ സഹോദരന്മാരുടെ പത്നിമാരായ സ്ത്രീ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് സീതായനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം സീതയും ഊർമിളയും മാണ്ഡവിയും ശ്രുതികീർത്തിയും പൂർവ്വകാലം ഓർമ്മിക്കുന്നതാണ് ആട്ടക്കഥയുടെ പ്രധാന പ്രമേയം. കലാമണ്ഡലം വെങ്കിട്ടരാമന്റെ കഥയുടെ ആശയം മുൻനിർത്തി ഉദയ S ദാസാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. രാവിലെ പാലക്കാട് മോയൻ LP സ്കൂളിലെ വേദിയിലാണ് സീതായനം ആട്ടക്കഥയ്ക്ക് തുടക്കം കുറിച്ചത്. കർഷക അവാർഡ് ജേതാവ് ഭുവനേശ്വരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിലെ 9ാം ഉത്സവ ദിവസമായ ഇന്ന് കാഴ്ചശീവേലി, പന്തീരടി പൂജ, ശ്രീഭൂതബലി എന്നിവ നടക്കും. വൈകുന്നേരം ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിൽ പ്രവേശന നിയന്ത്രണം ഉണ്ടായിരിക്കും. 10ാം ദിവസമായ നാളെ ആറാട്ടോടെ ഗുരുവായൂർ ഉത്സവത്തിന് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതകളുടെയും പെൺകുട്ടികളുടെയും അവകാശവും നീതിയും ഉറപ്പാക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. 52,000-ലധികം ഇന്ത്യക്കാർ സുരക്ഷിതമായി തിരികെ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി കൈറ്റ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.